ഹലോ നമസ്കാരം. എൻ്റെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് എനിക്ക് കിട്ടിയ വലിയൊരു പണിയെക്കുറിച്ച് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ജീവിതവും മരണവും അതിന് നടുക്ക് ഞാനും. എൻ്റെ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡേ 1 തൊട്ട് ഞാൻ റെസ്റ്റിലാണ്. എൻ്റെ അമ്മ എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട് ആ മാസങ്ങൾ മുഴുവനും. അമ്മയ്ക്ക് ഓഫീസിൽ പോകണം, അപ്പോൾ ഓഫീസിലെ ഉത്തരവാദിത്തങ്ങളുണ്ട്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം അമ്മ ഭംഗിയായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ അമ്മയെ ഹെൽപ്പ് ചെയ്യാനും ഒരാളുണ്ട് വീട്ടിൽ. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. എനിക്ക് സിസേറിയനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫ്രൈഡേ ആണ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെനസ്ഡേ പോയിട്ട് അഡ്മിറ്റ് ആവണം. അങ്ങനെ ട്യൂസ്ഡേ ഞാനൊരു പണി പറ്റിച്ചു. നമ്മൾ കുഞ്ഞൊക്കെ വരാനാകുമ്പോഴത്തേക്കും വീടൊക്കെ നല്ല വൃത്തിയാക്കി വെക്കുമല്ലോ, എല്ലാ പൊടിയൊക്കെ തുടച്ച് നല്ല എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും. വീട് നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത്. നമ്മുടെ ഹാളിലെ ഷെൽഫിൽ എല്ലാ വീടുകളിലും കാലങ്ങളായിട്ട് അടുക്കി വെച്ച കുറേ പാത്രങ്ങൾ കാണുമല്ലോ, ആ പാത്രങ്ങളെടുത്ത് തുടയ്ക്കണം. കൂടാതെ ആ ഷെൽഫും ഒന്ന് തുടച്ചിടാം. ട്യൂസ്ഡേ രാവിലെ വെറുതെ ഉമ്മർത്തിരിക്കുമ്പോൾ തോന്നിയൊരു ആശയമായിരുന്നു. ഞാനത് സുധ ചേച്ചിയോട് പറഞ്ഞു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളോട്. ഒരു എക്സ്ട്രാ പണി പറഞ്ഞാൽ അവരുടെ മുഖം എന്താണെങ്കിലും പ്ലസൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ശരി, കൂടെ ഞാനും കൂടിക്കളയാം, അവർക്ക് സന്തോഷമാവട്ടെ. കൂടെ ഞാൻ ഉണ്ടാവുമ്പോൾ അതിനൊരു ആവേശം അവർക്ക് ഉണ്ടാവുമല്ലോ. അന്ന് രാവിലെ എണീക്കുമ്പോഴേ ഞാൻ നല്ല വീക്കാണ്. അത്രയും ഡേറ്റ് അടുപ്പിച്ചുള്ള ഒരു ദിവസമാണല്ലോ. അത് കാര്യമാക്കിയില്ല. ഞാൻ ടേബിളിലേക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് പാത്രങ്ങൾ തുടച്ചു കൊടുക്കുകയാണ്. അവർ ഷെൽഫൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞു കാണും. ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാത്ത മാതിരി ഞാൻ സ്നീസ് ചെയ്യാൻ തുടങ്ങി. അതികഠിനമായ സ്നീസിങ്. ഈ ഒരു അവസ്ഥയിൽ ആവി പിടിക്കുന്നു, മറ്റുള്ള പല പരിപാടികളും ചെയ്ത് നോക്കുന്നു, നിൽക്കണില്ല. നല്ല കോൾഡ്. ഒരുപാട് ഡീറ്റെയിലായി പറയാൻ റീലിൻ്റെ സമയം അനുവദിക്കാത്തതുകൊണ്ട് അത്രയ്ക്ക് പറയുന്നില്ല. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, വെനസ്ഡേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ തന്നെ ഡോക്ടർ എവിൽ ടാബ്ലറ്റ് തന്നു. അതിൻ്റെ സെഡേഷൻ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ലൈഫിൽ ആദ്യമായിട്ട് ഒരു സംഭവം അനുഭവിക്കാൻ പറ്റി. അന്ന് വരെയും കേട്ടിട്ടുള്ള വീസിങ് അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എന്താണെന്നുള്ളത് ആ നിമിഷം തൊട്ട് ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽസ് പറയാൻ നിൽക്കുകയാണെങ്കിൽ സമയം തികയില്ല. ചുരുക്കി പറഞ്ഞാൽ, സർജറി ടേബിളിൽ കിടക്കുമ്പോണ്ടല്ലോ, നമുക്ക് ഓക്സിജൻ മാസ്ക് വെക്കുമല്ലോ, അതുപോലും എനിക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ എടുത്ത് കളയാൻ നോക്കുന്നു. അടങ്ങി കിടക്കാൻ പറ്റുന്നില്ല. അതും കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ എല്ലാവരും ഡെലിവറി കഴിഞ്ഞ് സുഖമായിട്ട് കിടക്കുമ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് നിവർന്ന് കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ഒരാഴ്ചയോളം നീണ്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പ്രസവിച്ച് കിടക്കുമ്പോൾ ഞാൻ പ്രസവിച്ചിരിക്കുകയായിരുന്നു. സത്യം, നമുക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല. ഈ മുറിവും വേദനയൊക്കെ വെച്ചിട്ട് രാത്രിയും പകലൊക്കെ ഇരിക്കുക. കാരണം നിവർന്ന് കിടക്കുമ്പോഴത്തേക്കും വീസിങ് കൂടുതലാവണ്ട. ഡെലിവറിയുടെ സെക്കൻഡ് ഡേ തന്നെ എക്കോ ടെസ്റ്റൊക്കെ ചെയ്തു. അതിലൊന്നും കുഴപ്പമില്ല. എനിക്കറിയാം കുഴപ്പം എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം വന്നിട്ടുള്ള പ്രശ്നമാണ്. അത്രയും മാസം പൊന്നുപോലെ നോക്കി എൻ്റെ അമ്മ അപ്പം ആരായി? എൻ്റെ ഒറ്റ ഒരാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അമ്മ അനുഭവിക്കാത്ത വിഷമങ്ങളില്ല. ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള എല്ലാ അമ്മമാർക്കും, ഇൻക്ലൂഡിങ് മീ, ഒരു നല്ല മദേഴ്സ് ഡേ ആശംസിക്കുന്നു.